ഈ ചതി ചെയ്തത്? എന്റെ കുഞ്ഞ് ആരോടും ഒരു ദ്രോഹത്തിനും പോയിട്ടില്ലല്ലോ. മോനെ പ്രതാപ, നീ ഒന്ന് മുഖ്യമന്ത്രിയെ വിളിച്ച് ചോദിക്ക്. ഞാൻ അത് എസ് ഐ ഒന്ന് വിളിക്കട്ടെ. ആ, അത് നല്ല കാര്യ. ഹലോ വർമ്മ സാർ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അറിയാതിരിക്കാനൊരു വഴിയില്ല. എന്ത് പറ്റിയതാ സാറേ? ഞാൻ നിരപരാധിയാ. എന്റെ കാർ ആരെയും ഇടിച്ചിട്ടില്ല. പിന്നെ CCTV ഫുട്ടേജ് കിട്ടിയത്? അതൊന്നും എനിക്കറിയില്ല. നടന്നത് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സാർ പറയൂ, ഡീറ്റെയിൽ ആയിട്ട് പറയൂ. ആക്സിഡന്റ്. സാറ് പോയിക്കോ, എന്തായാലും മോള് കൂടെയുള്ളതല്ലേ. പോയിക്കോ, ഞങ്ങൾ ഇവരെ കൊണ്ടുപോയിക്കോളാം. ഇതാണ് അവിടെ നടന്നത്. അപ്പൊ ഇതിൽ വലിയൊരു ചതിയുണ്ടല്ലോ സാറേ. ഉണ്ട്, ചതിയുണ്ട്. സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? ഞാൻ എത്ര പേരെ സംശയിക്കണം? ഞാനിപ്പോ മന്ത്രിസഭയിൽ ഇല്ലെങ്കിൽ പാർട്ടി പ്രസിഡന്റ് അല്ലേ സാർ? ശത്രുക്കളുണ്ടാവുന്ന ഉറപ്പല്ലേ? സാർ, തെളിവുകളെല്ലാം സാറിനെതിരാണ്. പിന്നെ മീഡിയ മൊത്തവും ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. അവരെടുത്തിട്ട് അലക്കുക സാർ. എന്തായാലും ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. ശരി. അല്ല, അയാളെന്താ പറഞ്ഞേ? തെളിവുകൾ എതിരാണെന്ന് അവര് ഡിസ്കസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എന്റെ ഈശ്വര, ഇതെന്തൊരു കഷ്ടകാലോ. ഇവള് കൂടെ വന്നപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും നാശങ്ങൾ ഉണ്ടാവൂന്ന്. അത്രയ്ക്ക് നന്മയുള്ളവളാണല്ലോ ഇവള്. ശാപം പിടിച്ചൊരു സന്തതി. ഇനി മോളുടെ മേക്കെട്ട് കയറിക്കോ. ഒരു ആപത്തുണ്ടായതിന് ഇവൾ എന്ത് ചെയ്തു? എന്റെ നാശം കണ്ട് ഇവർക്ക് തൃപ്തിയായിട്ടില്ല ചെറിയമ്മ. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം. ഒന്ന് നിർത്തുമോളെ. ഒരു ആപത്ത് വരുമ്പോഴാണ് പരസ്പരം വഴക്കിടുന്നത്.